കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പത്രോസിൻ്റെ രണ്ടാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് നമ്മൾ വരികയാണ്. പത്രോസിൻ്റെ 2-ാം ലേഖനം 2-ാം അധ്യായം അത് മുഴുവനും നന്നായി വായിച്ച് പഠിച്ച് ഗ്രഹിച്ചു പോയാൽ അതിൽ നിന്ന് നമുക്ക് പഠിക്കാനാവുന്ന പ്രധാന വിഷയം കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടാക്കന്മാരുടെയും ശുശ്രൂഷാ രീതികളും അവർക്ക് ദൈവം കൊടുക്കുന്ന ശിക്ഷകളും ഒക്കെയാണ് അതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. വളരെ കുറേയൊക്കെ നമ്മളതിനെക്കുറിച്ചൊക്കെ പഠിച്ചു വന്നു എന്നാണ് എൻ്റെ ധാരണ. അതിന് ശേഷമായി നമ്മൾ 10-ാം വാക്യത്തിൽ ന്യായവിധി ദിവസത്തിൽ ദണ്ഡനത്തിനായി കാപ്പാനും അറിയുന്നുവല്ലോ, ബലവും ശക്തിയേറിയ ദൂതന്മാർ കർത്താവിൻ്റെ സന്നിധിയിൽ അവരുടെ നേരെ ദൂഷണവിധി ഉച്ചരിക്കാതെ ആ ധാർഷ്ട്യക്കാർ തന്നിഷ്ടക്കാർ മഹിമകളെ ദുഷിപ്പാൻ ശങ്കിക്കുന്നില്ല. ജാത്യ പിടിപെട്ട് നശിപ്പാൻ പിറന്ന ബുദ്ധിയില്ലാത്ത ജന്തുക്കളെപ്പോലെ അവർ അറിയാത്തതിനെ ദുഷിക്കയാൽ അനീതിയുടെ കൂലി അനുഭവിച്ചുകൊണ്ട് സ്വന്തം വഷളത്വത്താൽ നശിച്ചുപോകും. ആ ഭാഗങ്ങൾ വരെ നമ്മൾ പഠിച്ചെന്നാണ് എൻ്റെ ഓർമ്മ. അത് കഴിഞ്ഞ ശേഷം അവർ താൽക്കാലിക ഭോഗതൃപ്തി സുഖമെന്ന് വെച്ച് നിങ്ങളുടെ സ്നേഹസദ്യകളിൽ നിങ്ങളോടുകൂടി വിരുന്ന് കഴിഞ്ഞ് പുളയ്ക്കുന്ന കറകളും കളങ്കങ്ങളുമാകുന്നു. ആരാണ്? പത്രോസിൻ്റെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലുള്ള ഗ്രൂപ്പ്. കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടാക്കന്മാരും. അവരെങ്ങനെയുള്ളവരാണെന്നാണ് പറയുന്നത്? അവർ താൽക്കാലിക ഭോഗതൃപ്തി സുഖമെന്ന് വെച്ച് നിങ്ങളുടെ സ്നേഹസദ്യകളിൽ നിങ്ങളോടുകൂടി വിരുന്ന് കഴിഞ്ഞ് പുളയ്ക്കുന്ന കറകളും കളങ്കങ്ങളുമാകുന്നു. നമ്മൾ മനസ്സിലാക്കണം, ഈ കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടാക്കന്മാരും നമ്മളെ സ്നേഹത്തിൽ നമ്മളോട് ഇടപെട്ട് നമ്മളെ കൂടെ നടന്ന് നമ്മളോടൊപ്പം ഭക്ഷണം കഴിച്ച് അവരെ ദൈവവചനത്തെ കോട്ടിക്കളയുന്ന, കൂട്ടുചേർക്കുന്ന, മറിച്ച് കളയുന്ന ഗ്രൂപ്പാണെന്ന് ദൈവസഭ ഇന്ന് രാത്രി നന്നായി ഗ്രഹിക്കണം. അബദ്ധത്തിൽ ചെന്ന് ചാടരുത്. ഹല്ലേലൂയ. സമയത്തിൻ്റെ ദൗർലഭ്യം കൊണ്ട് ഞാൻ മുമ്പോട്ടങ്ങ് പോവാണ്. അവർ വ്യഭിചാരിണിയെ കണ്ട് രസിക്കുകയും പാപം കണ്ട് തൃപ്തിപ്പെടാതിരിക്കുകയും ചെയ്യുന്ന കണ്ണുള്ളവരും സ്ഥിരമല്ലാത്ത ദേഹികളെ വശീകരിക്കുന്നവരും ദ്രവ്യാഗ്രഹത്തിൽ അഭ്യാസം തികഞ്ഞ ഹൃദയമുള്ളവരുമായ ശാപയോഗ്യരാകുന്നു. ഇതിന് ഞാൻ എന്ത് വ്യാഖ്യാനം പറയാനാ? ഒരു വ്യാഖ്യാനമില്ല. വ്യാഖ്യാനം പത്രോസ് തന്നെ പറയുന്നുണ്ട്. അവർ വ്യഭിചാരിണിയെ കണ്ട് തൃപ്തിപ്പെടും. ഈ കൾട്ട് ഉപദേശിമാരെ കുറിച്ചൊക്കെ, ഈ ന്യൂ ജനറേഷൻ പാസ്റ്റർമാരെ കുറിച്ചൊക്കെ ഇങ്ങനെ പല നിലയിലുള്ള അവരുടെ ശുശ്രൂഷാ രീതികളും അവരുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളൊക്കെ പലരും എടുത്ത് പറയുന്നത് ഞാൻ കേട്ടതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്, അവരെക്കുറിച്ച് ഈ പത്രോസ് പറയുന്ന തെറ്റുകളെല്ലാം ഇവർ ഇപ്പോൾ ഉള്ളവർ പറയുന്നുണ്ട്. അവരങ്ങനെ ഈ ചെറുപ്പക്കാരായിട്ടുള്ള കുറേ കൾട്ട് ഉപദേശിമാരുണ്ടല്ലോ, ഊതി വീഴ്ത്തലും ഉന്തി വീഴ്ത്തലും കുരപ്പിക്കലും ചിരിപ്പിക്കലും ഛർദ്ദിപ്പിക്കലും, പിന്നെ ദ്രവ്യാഗ്രഹത്തിന് വേണ്ടി പ്രസംഗിക്കുക, പേരിന് വേണ്ടി പ്രശസ്തിക്ക് വേണ്ടി പ്രസംഗിക്കുന്ന അവരുടെയൊക്കെ ജീവിതത്തിൽ ഈ പ്രവൃത്തികളുണ്ട്. അവർ താൽക്കാലിക ഭോഗതൃപ്തി സുഖമെന്ന് വിചാരിച്ച് തങ്ങളുടെ സ്നേഹതൃപ്തികൾ നിങ്ങളോടുകൂടി വിരുന്ന് കഴിഞ്ഞ് പുളയ്ക്കുന്ന കറകളും കളങ്കങ്ങളുമാകുന്നു. അവർ വ്യഭിചാരിണിയെ കണ്ട് രസിക്കുകയും പാപം കണ്ട് തൃപ്തിപ്പെടാതിരിക്കുകയും ചെയ്യുന്ന കണ്ണുള്ളവരും സ്ഥിരമല്ലാത്ത ദേഹികളെ വശീകരിക്കുന്നവരും ദ്രവ്യാഗ്രഹത്തിൽ അഭ്യസം തികഞ്ഞ ഹൃദയമുള്ളവരുമായ ശാപയോഗ്യരാകുന്നു. നമ്മളീ പഠിച്ചുകൊണ്ടിരിക്കുന്ന 2 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം ഞാൻ വായിക്കാം. അവരുടെ ദുഷ്കാമ പ്രവൃത്തികളെ പലരും അനുകരിക്കും. അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും. അവർ ദ്രവ്യാഗ്രഹത്തിൻ്റെ കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭരാക്കും. ദ്രവ്യാഗ്രഹത്തിൻ്റെ കൗശലവാക്ക്. ഈ ഭാഗം പറയുമ്പോൾ റോമാലേഖനം 16-ാം അധ്യായത്തിലെ ഒരു വിഷയം എൻ്റെ ഹൃദയത്തിൽ കർത്താവ് തരികയാണ്. അതെന്താ നമുക്ക് നോക്കാം. അതിൻ്റെ 16-ാം അധ്യായത്തിൻ്റെ ഹല്ലേലൂയ, സ്തോത്രം 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 17-ാം വാക്യം. സൗരന്മാരെ നിങ്ങളോട്
നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായി ദ്വന്ദ്വപക്ഷങ്ങളെയും ഇടർച്ചകളെയും ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചു കൊള്ളണമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അവരോട് അകന്നു മാറുവിൻ. അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനല്ല, തങ്ങളുടെ വയറിനെ അത്രേ സേവിക്കുകയും ചക്രവാക്കും മുഖസ്തുതിയും പറഞ്ഞ് സാധുക്കളുടെ ഹൃദയത്തെ വഞ്ചിച്ചു കളയുകയും ചെയ്യുന്നു. കണ്ടോ? സൂത്രം ഇവിടെ എന്താ പൗലോസ് പറയുന്നത്? അവർ തങ്ങളുടെ വയറ്റിനെ സേവിക്കുന്നു. ഹല്ലേലൂയ. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിൽ ഒരു പദം, ഇതിനോട് സാമ്യപ്പെടുന്ന ഒരു പദം കൂടി നമുക്കൊന്ന് ചിന്തിച്ചു പോകുന്നതിൽ തെറ്റില്ല. അതിൻ്റെ 3-ാം അധ്യായത്തിൽ ഹല്ലേലൂയ, അവരുടെ ദൈവം അവരുടെ നാശം, അവരുടെ അവസാനം നാശം, അവരുടെ ദൈവം വയറ്. ഉപജീവനത്തിന് വേണ്ടി, പണത്തിന് വേണ്ടി, ദ്രവ്യാഗ്രഹത്തിന് വേണ്ടി ഈ കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടക്കന്മാരും നിലകൊള്ളുകയാണെന്ന് അപ്പോസ്തലന്മാർ വ്യക്തമായി കൃത്യമായി പഠിപ്പിക്കുന്നു. അങ്ങനെയുള്ളവരെ എൻ്റെ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ വിട്ടൊഴിയുവാൻ ഞാൻ നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുകയാണ്. കാരണം അവരാരാ? ദ്രവ്യാഗ്രഹം നിറഞ്ഞവരാണ്. ഹല്ലേലൂയ. ദ്രവ്യാഗ്രഹത്തിൽ കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കും. എനിക്കറിയാം, ഒരു പാസ്റ്ററിനോട് ഒരു ദിവസം വിളിച്ചു ചോദിക്കുക, പാസ്റ്റർ എനിക്കൊരു സഭ തരാനുണ്ടോ? അല്ലെങ്കിൽ ഞാൻ സഭ വിൽക്കുന്നവനാണ്. കാരണം പുള്ളിക്ക് അങ്ങനെ ഒരു അറിവുണ്ട്. പുള്ളിയായിട്ട് നിന്ന പ്രസ്ഥാനത്തിൽ നിന്ന ഒരു പാസ്റ്റർ സഭാ കച്ചവടം നടത്തുന്നവരാണ്. കുറേ വിശ്വാസികളെ ഉണ്ടാക്കിയിട്ട് അടുത്തുള്ള ആർക്കെങ്കിലും കൊടുത്ത് കാശ് മേടിക്കുക, പോളും വിശ്വാസികളോട് ഒപ്പം വിൽക്കുക, വാണിഭം നടത്തുക. പൊൻവാണിഭം, പെൺവാണിഭം, സഭാവാണിഭം തകർത്തു വെച്ച് നടക്കുക. ലോക മനുഷ്യരുടെ വാണിഭം വിവിധ നിലയിൽ നടക്കുന്നു. നമുക്കറിയാം, ഈ സിനി ഫീൽഡിനെ കുറിച്ചൊക്കെ ചീഞ്ഞളിഞ്ഞ് കേൾക്കുന്ന കഥകളൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. വെറുക്കൂത്ത്, ഇരുട്ടിന്റെ പ്രവൃത്തി, ജഡത്തിന്റെ പ്രവൃത്തി, ജാതികളുടെ നടപ്പെന്ന് ഞാൻ മുമ്പ് പ്രസംഗിച്ചു കഴിഞ്ഞു പല നിലയിൽ. വെറുക്കൂത്ത് എന്താ? ഇരുട്ടിന്റെ പ്രവൃത്തി, ജഡത്തിന്റെ പ്രവൃത്തി, ജാതികളുടെ നടപ്പ്. ഗലാത്യ ലേഖനത്തിൽ വെറുക്കൂത്ത് കാണുന്നവർ സ്വർഗരാജ്യത്തിൽ പ്രവേശനമില്ലെന്ന് പൗലോസ് പഠിപ്പിക്കുന്നുണ്ട്. ഇന്നത്തെ പൗലോസുമാർക്ക് അതൊന്നും പഠിപ്പിക്കാൻ നേരമില്ല. കാരണം ആ പൗലോസുമാരും ഒട്ടുമുക്കാലും അതിലേക്ക് അഡിക്റ്റാണെന്ന് ഞാൻ ചിന്തിക്കുക. ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്തായാലും സിനിമ, നാടകം, സീരിയല് നരകത്തിലേക്ക് പോകാനുള്ള ഹൈവേയിലാണ് പ്രിയപ്പെട്ടവരെ എന്ന് നമ്മൾ മറന്നു പോകരുത്. ഇതൊന്നും ആരും തുറന്നു പറയത്തില്ല. ഞങ്ങളൊക്കെ ഇത് തുറന്നു പറയും. കാരണം ഞങ്ങൾക്ക് മേളിൽ നോക്കിയാൽ ആകാശം, കീഴെ നോക്കിയാൽ ഭൂമി. ഹല്ലേലൂയ. സുവിശേഷം നിമിത്തം രക്തസാക്ഷിയാകുന്നതിൽ യാതൊരു പേടിയുമില്ലാത്തൊരു മനുഷ്യനായി മാറി ഞാൻ. എനിക്കറിയത്തില്ല ഇതെങ്ങനെ കിട്ടി ഈ ധൈര്യമെന്ന്. കർത്താവ് തന്നെന്നാ ഞാൻ വിചാരിക്കുന്നു. കർത്താവിൻ്റെ യഥാർത്ഥ ശിഷ്യന്മാരൊക്കെ രക്തസാക്ഷികളായില്ലേ? നമ്മൾ എന്തിനാ നമ്മുടെ ജീവനെ നേടാനായിട്ട് കൊതിക്കുന്നത്? നമ്മൾ നമ്മളെ തന്നെ നേടിയാൽ നമ്മുടെ ജീവനെ കളയുമെന്നല്ലേ കർത്താവ് പഠിപ്പിച്ച്? അയ്യോ, അതൊന്നും പറയാനിവിടെ ആളില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പത്രോസിൻ്റെ വാക്കുകളെ ശ്രദ്ധിക്കുക. ദ്രവ്യാഗ്രഹത്തിൽ അഭ്യസം തികഞ്ഞ ഹൃദയമുള്ളവരുമായി ശാപയോഗ്യർ. അവർ നേർവഴി വിട്ട് തെറ്റി ബെയോരിൻ്റെ മകനായ ബിലയാമിൻ്റെ വഴിയിൽ നടന്ന് അവൻ അനീതിയുടെ കൂലി കൊതിച്ച് എങ്കിലും തൻ്റെ അകൃത്യത്തിന് ശാസന കിട്ടി. മനസ്സിലായോ? ഈ ബിലയാം ദ്രവ്യാഗ്രഹത്തിന് നിഴലായി നിൽക്കുക. ഹല്ലേലൂയ. അതാ യൂദയുടെ ലേഖനത്തിലെ അതിനെക്കുറിച്ച് യൂദ പറയുന്നുണ്ട്. നമുക്കതൊന്ന് വായിച്ച് നോക്കുന്നതിൽ തെറ്റില്ലെന്നാണ് എൻ്റെ ഓർമ്മ, എൻ്റെ പക്ഷം. ഹല്ലേലൂയ. ഈ യൂദയുടെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന പദങ്ങളും ഈ ദുരുപദേഷ്ടക്കന്മാരുമായിട്ട് ഞാനത് വായിച്ചെന്ന് എൻ്റെ ഓർമ്മ. അതിൻ്റെ 10-ാം വാക്യം, ഇവരോ തങ്ങളല്ല അറിയാത്തതിനെല്ലാം ദുഷിക്കുന്നു, ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെപ്പോലെ സ്വാഭാവികമായി ഗ്രഹിക്കുന്നതാകിയാൽ അവർ തങ്ങളെ തന്നെ വഷളാക്കുന്നു. അവർക്ക് അയ്യോ കഷ്ടം, അവർ കായിൻ്റെ വഴിയിൽ നടക്കുന്നു, കായിൻ ദുഷ്ടതയ്ക്ക് നിഴലാണ്. ഹല്ലേലൂയ. കായിൻ്റെ വഴിയിൽ നടക്കുക, കൂലി കുതിച്ച് ബലയാമിൻ്റെ വഞ്ചനയിൽ കുടുങ്ങി തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും കോരഹിൻ്റെ മത്സരത്തിൽ നശിച്ചു പോവുകയും ചെയ്യുന്നു. കോരഹ് മത്സര സ്വഭാവമുള്ളവർക്ക് നിഴൽ, ദ്രവ്യാഗ്രഹം ബലയാമിന് നിഴൽ. ഹല്ലേലൂയ. പിന്നെ അടുത്ത ആരാ?
കായീൻ. സ്വത്രം. അവർ കായീൻ്റെ വഴിയിൽ നടക്കുന്നു. കായീൻ ദുഷ്ടന് നിഴലായിട്ട് നിൽക്കുക, സഹോദരനെ കൊന്ന ദുഷ്ടൻ. പ്രിയമുള്ളവരെ, ഈ 3 ഗ്രൂപ്പും ഇന്ന് നമ്മുടെ പെന്തക്കോസ് കോളത്തിൽ കുമിഞ്ഞു കിടക്കുക. അവരോടൊന്നും വചനം പറയാനായിട്ട് ഇന്നത്തെ പാസ്റ്റർമാർക്ക് പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നേയില്ല. കാരണം അവരെല്ലാം കാശുകാരും വമ്പന്മാരുമാണ്. അവരെയൊക്കെ ഉപദേശിക്കാൻ പോയാൽ ഉപദേശി അട്ടപ്പാടിയിൽ കിടക്കേണ്ടി വരും. അട്ടപ്പാടിയെങ്കിൽ അട്ടപ്പാടി എന്ന തീരുമാനത്തോടെ ധൈര്യത്തോടെ നിൽക്കുന്നവർക്ക് ഇത് പറയാൻ പറ്റത്തുള്ളൂ. ആരെല്ലാം തല്ലിയാലും കർത്താവിനോട് കൂടെ, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് ഒരു ദൈവദാസനെ വിശ്വസിക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? ഞാനങ്ങനെ വിശ്വസിച്ചു പോവുക, കർത്താവിനോട് കൂടെ. ആരും നോക്കേണ്ട കാര്യമില്ല. സകല ഭാരവും മുറുകെ പറ്റുന്ന പാവം കൂട്ട് നമുക്ക് മുമ്പിൽ വെച്ചിട്ട് സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനെ പൂർത്തി വരുന്ന യേശുവിനെ നോക്കുക. യേശുവിനെ നോക്കി ഓടുക. ഓട്ടം ജീവിതം. ഓട്ടക്കളത്തിൽ ഓടുന്നവർക്ക് പരിസരങ്ങളിലേക്കും പുറകോട്ടും നോക്കാൻ വ്യവസ്ഥയില്ല. ആ ലക്ഷ്യത്തിലേക്ക് നോക്കുക. ലക്ഷ്യം ഏതാ? ബിയൂലദേശം. മരിച്ചു കഴിയുമ്പോൾ അല്ല ബിയൂലദേശത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ പ്രൊമോട്ടഡ് ഹെവൻ എന്നൊക്കെ പറഞ്ഞ് മരിച്ചു കഴിയുമ്പോൾ ഓരോരുത്തർ ഇടുന്നുണ്ട്. എനിക്ക് അതിനോട് വലിയ യോജിപ്പൊന്നുമില്ല. സ്വർഗത്തെക്കുറിച്ചും സ്വർഗരാജ്യത്തെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചും ശരിയായ നിലയിൽ വചനം കേൾക്കുകയോ പ്രസംഗിക്കുകയോ പഠിക്കുകയോ ചെയ്യാത്തൊരു വ്യക്തി പ്രൊമോട്ടഡ് ഹെവൻ എന്ന് എഴുതി വെച്ചുകൊണ്ടെന്താ കാര്യം? നല്ല പോർ കൊടുത്ത് ഓട്ടം തയ്ച്ചു വിശ്വാസം കാത്തു നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. എന്താ നല്ല പോര്? എന്താ ഓട്ടം തയ്ക്കുക? എന്താ വിശ്വാസം കാക്കുക? എന്താ നീതിയുടെ കിരീടം? ഇതൊന്നും ഭേദാഭേദങ്ങളിലൂടെ പഠിച്ച് മനസ്സിലാക്കി അതിനെ വകതിരിച്ച് മനസ്സിലാക്കി കാര്യങ്ങൾ മനസ്സിലാക്കി ക്രിസ്ത്യ ജീവിതം നയിക്കാതെ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, 2 അന്യഭാഷ പറഞ്ഞു, തൃപ്തരായി. പിന്നെ അവരുടെ പ്രാർത്ഥന എന്താ? കുട്ടികളുടെ പ്രാർത്ഥനയാ. വല്ലം തരണേ, അനുഗ്രഹിക്കണേ, വല്ലതും തരണേ. എനിക്കൊരു ഭാഷ പ്രസംഗിക്കുണ്ടായി, ബേബി പ്രയർ. ബ്ലെസ്സിങ് മീ, ഗീവ് മീ ബ്ലെസ്സിങ് മീ. എന്തെങ്കിലും തരണേ, ഗീവ് മീ ബ്ലെസ്സിങ് മീ, ബേബി പ്രയർ. ഇന്നത്തെ പെന്തക്കോസ് നല്ലൊരു ശതമാനം ദൈവമക്കളെന്ന് പറയുന്നത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് ഭാവിയെക്കുറിച്ചുള്ള ചിന്തയില്ല. പത്രോസ് അവർ ഹ്രസ്വദൃഷ്ടിയുള്ളവരാണ്. അവർക്ക് ദീർഘദൃഷ്ടിയില്ല. അവർക്ക് രൂപാന്തര ശരീരത്തെക്കുറിച്ചുള്ള അറിവുകളില്ല. അവർക്ക് 1000 ആണ്ട് വാഴ്ചയിൽ കർത്താവ് രാജാവായിട്ട് വരുമെന്നവർ വിശ്വസിക്കുന്നില്ല. കാരണം അവർ പഠിപ്പിക്കുന്നില്ല. കുറഞ്ഞ പക്ഷം ദാനിയേൽ പ്രവചനം വെളിപ്പാട് പുസ്തകവും ചേർത്ത് പഠിപ്പിച്ചാലേ യേശുക്രിസ്തുവിന്റെ രാജ്യത്വത്തെക്കുറിച്ചും രാജഭരണത്തെക്കുറിച്ചൊക്കെ വ്യക്തമായ ചിത്രം ഒരു വിശ്വാസികളുടെ ഹൃദയത്തിൽ കിട്ടത്തുള്ളൂ. രൂപാന്തര ശരീരം, 1000 ആണ്ട് വാഴ്ച, പുതിയ ആകാശം പുതിയ ഭൂമിയിലെ അനുഭവങ്ങൾ, ഇതൊക്കെ ഏറ്റവും ഉയർന്ന ഹയർ സ്റ്റഡികളാണ്. ഇതൊക്കെ ആരാ പഠിപ്പിക്കുന്നത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൊമോട്ടഡ് ഹെവൻ, നിത്യതയിൽ പ്രവേശിച്ചു. റോമാലേഖനം ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു സത്യം ഞാൻ നിങ്ങളോട് ഇന്ന് രാത്രി തുറന്നു പറയാനായിട്ട് കർത്താവ് ശരണപ്പെടുക. എൻ്റെ ഹൃദയത്തിൽ ഇപ്പോഴത് പ്രകാശിപ്പിച്ച് കിട്ടി. അതുകൊണ്ടാണത് പറയണമെന്ന് തന്നെ എനിക്ക് ചിന്തയുണ്ട്. റോമാലേഖനം 8-ാം അധ്യായത്തിൽ എൻ്റെ 29-ാം വാക്യം, അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ അവൻ നമ്മെ മുൻനിയമിച്ചിരിക്കുന്നു. മുൻനിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. ദൈവം നമുക്ക് വേണ്ടി എല്ലാം മുൻകരുതിയിരിക്കുന്നു. ജീവനും ഭക്തിക്ക് വേണ്ടതൊക്കെ നൽകിയിരിക്കുന്നു. പത്രോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവം എല്ലാം മുൻനിയമിച്ചു. ഇനി നമ്മൾ ആ നിയമനത്തിലേക്ക് പ്രവേശിച്ചാൽ മതി. ദൈവവചനം അനുസരിച്ച് അങ്ങോട്ട് പ്രവേശിച്ചാൽ മതി. അവൻ വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ തേജസ്കരിച്ചു. തൻ്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻനിയമിച്ചിരിക്കുന്നു. മുൻനിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. തേജസ്കരണം കഴിഞ്ഞു. പ്രൊമോട്ടഡ് ഹെവൻ കഴിഞ്ഞു. ഈ എഫേസ്യ ലേഖനം അതിൻ്റെ 2-ാം അധ്യായം പഠിക്കുമ്പോൾ വളരെ ശ്രദ്ധേയമായൊരു പഠനമായിട്ട് നമുക്കത് കാണാൻ. എഫേസ്യ ലേഖനമൊക്കെ ഞങ്ങൾ എപ്പോഴും പ്രസംഗിക്കുകയും ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. അതിൽ 3 പ്രധാന കാരണങ്ങൾ, വിഷയങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ട്. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന
നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അപ്പം നമ്മളെ ഉയർപ്പിച്ചു. ഇനി അതിൻ്റെ 5-ാം വാക്യം, അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടി ജീവിപ്പിച്ചു. 7-ാം വാക്യം, ക്രിസ്തുവേശുവിൽ അവനോടുകൂടി ഉയർപ്പിച്ച് സ്വർഗത്തിലിരുത്തിയിരിക്കുക. നമ്മളെ ജീവിപ്പിച്ചു, ഉയർപ്പിച്ചു, ജീവിപ്പിച്ച് സ്വർഗത്തിലിരുത്തിയിരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവരാജ്യം ഭക്ഷണം പാനീയമല്ല, നീതി, സമാധാനം, പരിശുദ്ധാത്മ, സന്തോഷം. സ്വർഗരാജ്യത്തിൻ്റെ അനുഭവത്തിൽ, ആത്മീയ അനുഭവത്തിൽ ഒരു പുതിയ നിയമവിശ്വാസി ഇരിക്കുക. കാരണം ദൈവരാജ്യം ഭക്ഷണം പാനീയമല്ല, നീതി, സമാധാനം, പരിശുദ്ധാത്മ, സന്തോഷം. ദൈവനീതി ചെയ്തുകൊണ്ട്, വചനം അനുസരിച്ചുകൊണ്ട്, ദൈവിക സമാധാനത്തിൽ നിറയപ്പെട്ടവരായി, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷത്തിൽ, ആ നിത്യതയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. ആ അനുഭവത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുക ഇവിടെ ഭൂമിയിൽ. മനസ്സിലായില്ലേ? അതാ ക്രിസ്തീയ ജീവിതം. ക്രിസ്തീയ ജീവിതത്തിന് ഒരു ഗോളുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. രൂപാന്തര ശരീരം കിട്ടും, 1000 ആണ്ട് വാഴ്ച, പുതിയ ആകാശം, പുതിയ ഭൂമിയിലെ അനുഭവങ്ങൾ, ഇതെനിക്ക് നൽകിത്തരുമെന്ന് കർത്താവ് പ്രോമിസ് ചെയ്തു. അത് ആത്മീയമായി ഒരു വ്യക്തി പ്രാപിച്ചിരിക്കുക. ഇനി പ്രാപിക്കാനിരിക്കുന്നു എന്ന് വെച്ചാൽ നമ്മൾ മരിച്ചു കഴിഞ്ഞ് അതിലേക്ക് നമ്മൾ അങ്ങ് പ്രവേശിക്കുക. ആ സ്വർഗരാജ്യത്തിൻ്റെ ആത്മീയ അനുഭവത്തിൽ വചനത്തിലൂടെ പഠിച്ചു മനസ്സിലാക്കി ഒരു ദൈവ പൈതൽ ഈ ഭൂമിയിൽ ജീവിക്കുകയാണ്. കർത്താവ് വന്നു കഴിയുമ്പോൾ ആക്ഷരികമായ അവസ്ഥയിലേക്ക് അങ്ങ് പ്രവേശിക്കുക. തൻ്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുക. കർത്താവ് വരുമ്പോൾ ആ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരായി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കലി അടുത്ത സ്റ്റെപ്പുകൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. കർത്താവ് തന്നുകൊണ്ടിരിക്കും. ഒന്നുകൊണ്ട് ഭാരപ്പെടണ്ട. ഈ ഭൂമിയിൽ നമ്മൾ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ ഓട്ടം സ്ഥിരതയോടെ ഓടണം. ഓട്ടം ജീവിതം ഒരു ട്രെയിൻ അതിന് അനുവദിക്കപ്പെട്ടിരിക്കുന്ന ട്രാക്കിലൂടെ ഓടുന്നത് പോലെ പുതിയ നിയമ വചനത്തിൻ്റെ വ്യവസ്ഥയ്ക്കനുസരിച്ച് ഒരു വിശ്വാസി ഓടിക്കൊണ്ടിരിക്കണം. അർത്ഥാൽ ക്രിസ്തീയ ജീവിതം നയിച്ചുകൊണ്ടിരിക്കണം. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായി മരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചും പോന്നു. ആരാണ് അവർ? പുതിയ നിയമസഭയുടെ ആദ്യത്തെ ഗ്രൂപ്പ്. നമ്മളും അങ്ങനെ തന്നെ ആയിരിക്കണം. അതിന് തടസ്സമായി നിൽക്കുന്ന ഘടകങ്ങളാണ് നമ്മുടെ പഠന വിഷയം. ആരാണ് ഈ തടസ്സം നിൽക്കുന്നത്? കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടകന്മാരും. കഴിയുമെങ്കിൽ എഴുന്നേറ്റ് വൃതന്മാരെ പോലും തെറ്റിക്കുമെന്ന് കർത്താവ് പറഞ്ഞു. എന്താ വൃതന്മാർ? ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നവർ, ജീവിച്ചുകൊണ്ടിരിക്കുന്നവർ, കർത്താവിൻ്റെ വരവിന് വേണ്ടി പ്രതീക്ഷയോടെ നോക്കി പാർത്തിരിക്കുന്ന വൃദ്ധന്മാർ. അവരെ പോലും തെറ്റിച്ച് കളയുവാൻ കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടകന്മാർക്കും കഴിയുമെന്ന് സാരം. അതിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകളാണ് പത്രോസും പൗലോസും യോഹന്നാനും യാക്കോബും യൂദയൊക്കെ നമുക്ക് തരുന്നത്. യോഹന്നാനൊക്കെ തരുന്നത്. യോഹന്നാൻ പറയുന്നു, അനേക എതിർക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കുക. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാത്ത വ്യക്തി എതിർക്രിസ്തുവിന്റെ വക്താക്കളാ, ശുശ്രൂഷകന്മാരാ. ഉപദേശത്തിൽ നിൽക്കുന്നവരിൽ പിതാവുണ്ട്, പുത്രനുണ്ട്. ക്രിസ്തുവിന്റെ ഉപദേശം നൽകി അതിർവിട്ട് പോകുന്ന ഒരുത്തനും ദൈവമില്ല. ദൈവമില്ലെന്ന് പറയുമ്പോൾ കർത്താവും ദൈവമില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ഉള്ളത് അവന് ഈ ലോകത്തിന്റെ ദൈവമായ സാത്താനാ. അങ്ങനെ നമ്മൾ പഠിക്കണം വിഷയങ്ങൾ. ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോട്ടെ. അപ്പൊ ബലയാമിന്റെ വഴിയിൽ നടക്കുന്ന ദ്രവ്യാഗിരികളാണെന്ന് പത്രോസ് പറഞ്ഞു വയ്ക്കുക. അവർ അനീതിയുടെ കൂലി കൊതിച്ചെങ്കിലും തൻ്റെ അകൃത്യത്തിന് ശാസന കിട്ടി. ഉരിയാട കഴുത മനുഷ്യവാക്കായി ഉരിയാടി പ്രവാചകന്റെ ബുദ്ധിഭ്രമത്തെ തടുത്തുവല്ലോ. അവർ വെള്ളമില്ലാത്ത കിണറുകളും കൊടുങ്കാറ്റുകൊണ്ട് ഓടുന്ന മഞ്ഞുമേഘങ്ങളുമാകുന്നു. ശ്രദ്ധിക്കാതെ മക്കളെ, ഈ കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടകന്മാരും ആരാണ്? ഓരോരോ വിഷയങ്ങൾ പത്രോസ് പറഞ്ഞു വെക്കുന്നത് നമ്മൾ പഠിച്ചെടുത്തോണേ. നന്നായിട്ട് വായിക്കണം ഈ ഭാഗം. 100 പ്രാവശ്യം ഈ അധ്യായം വായിച്ചാലും കുഴപ്പമില്ല, പ്രാർത്ഥനയോടെ. അപ്പോൾ ആഴത്തിൽ ഹൃദയത്തിൽ പതിയും വിഷയങ്ങൾ. ഈ കള്ളപ്രവാചകന്മാർ ആരാണ്? അവർ വെള്ളമില്ലാത്ത കിണറുകളാണ്, കൊടുങ്കാറ്റുകൊണ്ട് ഓടുന്ന മഞ്ഞുമേഘങ്ങളാണ്. ചിന്തിച്ചു നോക്കിയേ. ഈ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഒരു പദപ്രയോഗം
ഇതിനോട് സാമ്യപ്പെടുന്ന ഒരു പദപ്രയോഗം ഉണ്ട്. അത് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം. എൻ്റെ ജനം 2 ദോഷം ചെയ്തിരിക്കുന്നു. അവർ ജീവജലത്തിൻ്റെ ഉറവയായി എന്നെ ഉപേക്ഷിച്ചു. വെള്ളമില്ലാത്ത കിണറുകളെ, പൊട്ടക്കിണറുകളെ തന്നെ അവർ കുഴിച്ചിരിക്കുന്നു. ഇസ്രായേൽ ചെയ്ത 2 ദോഷങ്ങൾ എന്താ? പൊട്ടക്കിണറുകൾ പണിയുന്നു. ഇന്നത്തെ ക്രൈസ്തവ ഗോളത്തെക്കുറിച്ചും ഈ വാക്യം ശരിയാണ്. ആത്മീകമായ ഒരു ഗുണമില്ലാത്ത ഭൗതിക കാര്യങ്ങളെ ചെയ്തെടുക്കുകയാണ്, അതിനുവേണ്ടി അധ്വാനിക്കുക, പൊട്ടക്കിണറുകളെ കുഴിക്കുക. ആത്മീകമായ അനുഗ്രഹങ്ങളല്ല അവർക്ക് ലക്ഷ്യം, ഭൗതികമാണ്. അപ്പൊ അത് പൊട്ടക്കിണറിന് തുല്യമാണ്. ദൈവം തിരഞ്ഞെടുത്ത എഫ്രൈമിനെ പൊട്ടുപ്രാവെന്ന് പറഞ്ഞിരിക്കുന്നു. പൊട്ടക്കിണർ, ഇതൊക്കെ വളരെ അർത്ഥസമ്പുഷ്ടമായ പദപ്രയോഗങ്ങളാണ്. ഇത് ദൈവമക്കൾ ഇത് നന്നായിട്ടൊന്ന് ഗ്രഹിക്കണം. പൊട്ടക്കിണർ, അധ്വാനം കൊണ്ട് ഒന്നും കിട്ടുന്നില്ല. ഒരായുസ് മുഴുവൻ കിടന്ന് ദൈവവചന വ്യവസ്ഥ വിട്ട് ജീവിച്ച് ശുശ്രൂഷകൾ ചെയ്ത് ഊതിയിട്ട് ഉന്തിയിട്ട് കുരപ്പിച്ച് ഛർദിപ്പിച്ച് വചനവ്യവസ്ഥ ഇല്ലാത്ത കാര്യങ്ങളെല്ലാം ചെയ്തു കൂട്ടി പറഞ്ഞു വെച്ച് അവസാനം പൊട്ടക്കിണർ കുഴിക്കുന്ന അവസ്ഥയിലേക്ക് ശുശ്രൂഷാവൃന്ദങ്ങൾ മാറിപ്പോകരുത്. എൻ്റെ ഒരു അപേക്ഷയാണ്. ദൈവവചന വ്യവസ്ഥപ്രകാരം ജീവിക്കുന്നില്ലെങ്കിൽ പൊട്ടക്കിണറുകളാണ് നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ജീവജലത്തിൻ്റെ ഉറവയായി എന്നെ ഉപേക്ഷിച്ച് വെള്ളമില്ലാത്ത കിണറുകളെ, പൊട്ടക്കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു. ദൈവമക്കളെ, എന്താ ഈ പ്രവാചകൻ പറയുന്നത്? ഇവിടെ എന്താ അവർ പറയുന്നത്? അവർ വെള്ളമില്ലാത്ത കിണറുകളും പൊട്ടക്കിണറുകൾ അതൊക്കെ തുല്യമല്ലേ? കർത്താവിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് ജീവനദികൾ ഒഴുകി വരും. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു. ഞാനെന്ന് നോക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. 7-ാം അധ്യായത്തിലെ 37, 38, 39 വാക്യങ്ങൾ ശ്രദ്ധിക്കുക. ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്ന എല്ലാം എൻ്റെ അടുക്കൽ വരട്ടെ. എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്നത് പോലെ ജീവജല നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. ഇതവൻ തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചത്രേ പറഞ്ഞത്. എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് ജീവജല നദികൾ ഒഴുകി വരും, ഒഴുകിക്കൊണ്ടിരിക്കും. ദൈവവചന വ്യവസ്ഥ വിട്ടു പോകുമ്പോൾ പൊട്ടക്കിണറ ഒന്നുമില്ല, കാണത്തില്ല. അവനിൽ നിന്ന് വിശ്വാസികൾക്ക് അവർക്ക് ഒന്നും കിട്ടത്തില്ല. എന്നാൽ കർത്താവിൽ വിശ്വസിച്ച് വചനവസ്തുപ്രകാരം ജീവിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് ജീവജല നദികൾ ഒഴുകി വരും. പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനങ്ങളും ഉപദേശങ്ങളും പരിശുദ്ധാത്മാവിൽ ഒഴുകി വരും. അത് കേൾക്കുന്നവർക്ക് തൃപ്തി ഉണ്ടാകും, സന്തോഷമുണ്ടാകും, സമാധാനമുണ്ടാകും, പ്രത്യാശ വർദ്ധിക്കും. അവർക്ക് വിശുദ്ധ ജീവിതത്തിലേക്ക് നയിക്കാനുള്ള എൻകറേജ്മെൻ്റ് ആകും ഈ ദൂതുകൾ. ഉടാബാല ശബ്ദാരാധന ഭജന. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. അവർ വെള്ളമില്ലാത്ത കിണറുകളും കൊടുങ്കാറ്റ് കൊണ്ട് ഓടുന്ന മഞ്ഞുമേഘങ്ങളുമാകുന്നു. ഹല്ലേലൂയ. യൂദയെ കുറിച്ച് പറയുന്ന ഒരു ഭാഗം എൻ്റെ ഹൃദയത്തിലേക്ക് വരിക. യൂദ എന്താ പറയുന്നത്? ഇതിനോട് സാമ്യപ്പെടുത്തി പറയുന്ന ഭാഗങ്ങളെടുത്ത് നമ്മൾ ചിന്തിച്ച് പഠിക്കുന്നത് വളരെ നല്ലതാണ്. ഹല്ലേലൂയ. കാറ്റുകൊണ്ട് ഓടുന്ന വെള്ളമില്ലാത്ത മേഘങ്ങൾ. 14-ാം അധ്യായം 14-ാം വാക്യം. നമ്മുടെ സ്നേഹനദികൾ മറിഞ്ഞു കിടക്കുന്ന പാറകൾ നിങ്ങളോടുകൂടി വിരുന്നു കഴിഞ്ഞ് ഭയം കൂടാതെ നിങ്ങളെ തന്നെ തീറ്റുന്നവർ, കാറ്റുകൊണ്ട് ഓടുന്ന വെള്ളമില്ലാത്ത മേഘങ്ങൾ, ഇല ഒഴിഞ്ഞും ഫലമില്ലാതെയും രണ്ടൊരു ചത്തും വേരിറ്റും പോയ വൃക്ഷങ്ങൾ. അതാരെ കുറിച്ച് പറയാ? യൂദ. തങ്ങളുടെ ദൈവത്തിൻ്റെ കൃപയെ ദുഷ്കാമ പ്രവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. കള്ളപ്രവാചകന്മാർ, ദുരുപദേഷ്ടകന്മാർ സഭകളിൽ നുഴഞ്ഞു വന്നിരിക്കുക. ഇന്ന് ഓരോ സഭകളിലും നുഴഞ്ഞു വന്ന് അവർ ദുരുപദേശം വിതച്ചുകൊണ്ടിരിക്കുക.
പരിണിതഫലം ആ ദുരുപദേശം കേട്ട് കേട്ട് ദുരുപദേശത്തിന്റെ പ്രസ്ഥാനങ്ങളാണ് ഇന്ന് മുളച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ കൊച്ചി പട്ടണത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഊതിയിടലും ഉന്തിയിടലും കൊരപ്പിക്കലും ചിരിപ്പിക്കലും ഛർദിപ്പിക്കലും എന്ന് വേണ്ട ദൈവവചനത്തിന്റെ ഉപദേശങ്ങളെല്ലാം കാറ്റിൽ പറത്തി പക്ക കൾട്ട് ഉപദേശം പ്രസ്താവിക്കുന്ന പൊട്ടക്കിണറുകളെ കുഴിച്ചുകൊണ്ടിരിക്കുന്നവർ. ആത്മീകമായിട്ടൊന്നുമില്ല. ജീവജല നദി അവരിൽ നിന്ന് ഒഴുകത്തില്ല. ജീവന്റെ വചനം അവരിലില്ല. ഞാനിവിടെ സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു കർത്താവ് പറഞ്ഞു. ആ ജീവന്റെ വചനങ്ങൾ അവർ പ്രസ്താവിക്കുന്നില്ല, അവരിൽ നിന്ന് പുറപ്പെടുന്നില്ല. സഹോദരങ്ങളെ, പത്രോസിന്റെ വാക്കുകൾക്ക് ഒന്ന് ചെവി കൊടുക്കുക. ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോകും. അവർ വെള്ളമില്ലാത്ത കിണറുകളും കൊടുങ്കാറ്റ് കൊണ്ട് ഓടുന്ന മഞ്ഞുമേഘങ്ങളുമാകുന്നു. അവർ കൂരിരുട്ട് സംഗ്രഹിച്ചിരിക്കുന്നു. ഇരുട്ട് സാത്താന്റെ നിഴലായിട്ട് നിൽക്കുക. കൂരിരുട്ട് സംഗ്രഹിച്ചു വയ്ക്കുന്നു. സാത്താൻ പോകുന്നിടത്ത് അവർ പോകുന്നു സാരം. വഴിതെറ്റി നടക്കുന്നവരോട് ഇപ്പോൾ അകന്നു വന്നവരെ ഇവർ വമ്പ് പറഞ്ഞ് ദുഷ്കാമപ്രവൃത്തികളാൽ കാമഭോഗങ്ങളിൽ കുടുക്കുന്നു. ഇനി അടുത്തത് കൂടി പറയാം. തങ്ങൾ തന്നെ നാശത്തിന് അടിമകളായിരിക്കെ മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്യുന്നു. ഒരുത്തൻ ഏതിനോട് തോൽക്കുന്നുവോ അതിന് അടിമപ്പെട്ടിരിക്കുന്നു. ശ്രദ്ധിക്കുക സഹോദരങ്ങളെ, എത്ര അപകടകരമായ ഒരു അവസ്ഥയായത്. ഇത് പഠിച്ചു വരുമ്പോഴാണ് അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങൾ മുടിനാര് കീറി പഠിക്കണം. പഠിച്ച് വരുമ്പോഴാണ് അതിൻ്റെ ആത്മീയ യാഥാർത്ഥ്യങ്ങൾ പരിശുദ്ധാത്മാവ് നമുക്ക് മറനീക്കി തരുന്നത്. ഈ പറയുന്ന കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടകന്മാരും 19-ാം വാക്യത്തിലേക്ക് വന്നപ്പോൾ അവർ നാശത്തിൻ്റെ അടിമകളായിരിക്കെ മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യത്തെ വാഗ്ദാനം ചെയ്യുന്നു. അവരുടെ വാക്കുകളിലൂടെയുള്ള സ്വാതന്ത്ര്യം മാത്രം അവരുടെ ജീവിതത്തിൽ അവർ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവരാ. അത് പത്രോസ് കൃത്യമായിട്ട് പറയുക. അവർ നാശത്തിന്റെ അടിമകളായിരിക്കുക. അടിമകൾ. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽക്കിൻ. അടിമറുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. നമ്മൾ അടിമകളല്ല, നമ്മൾ ക്രിസ്തുവിൽ സ്വതന്ത്രരാണ്. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽക്കണം. ഏതിൽ ഉറച്ചു നിൽക്കണം? സ്വാതന്ത്ര്യത്തിന്റെ പ്രമാണത്തിൽ ഉറച്ചു നിൽക്കണം. ഇല്ലെങ്കിൽ എന്തോ പറ്റും പാസ്റ്ററെ? അടിമറുഖത്തിൽ കുടുങ്ങിപ്പോകും. ഇന്നിപ്പോൾ അടിമറുഖത്തിൽ കുടുങ്ങി കിടക്കുക. നല്ലൊരു ശതമാനം അടിമറുഖത്തിൽ കിടക്കുക. ദുരുപദേശത്തിന്റെ അടിമച്ചങ്ങലിൽ കിടക്കുക. പഥ്യവചനം പഥ്യോപദേശം വിട്ടുപോയി. സഭ അതിന്റെ പാത വിട്ട് അബദ്ധസഞ്ചാരം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പാസ്റ്റർ സി ജോർജ് എഴുതിയ ദൈവസഭയും നവീകരണം എന്ന പുസ്തകത്തിൽ എഴുതി വെച്ചിരുന്നു. സഭ അതിന്റെ യഥാർത്ഥ പാത വിട്ടു. ഏതാ പാത? ദൈവസഭയുടെ ഉപദേശം അപ്പോസ്തലന്മാരുടെ ഉപദേശമാണ്. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടുകൂട്ടായ്മ ആയിരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചും പോന്നു. ആര്? ഇത് ഞാൻ പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യം നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയേണ്ട സംഭവങ്ങളാണിത്. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് സഭ കൂട്ടായ്മ ആയിരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചും പോകും. ഇന്ന് സഭ ഉപദേശം വിട്ടു. സഭ സങ്കീർത്തനവും കെട്ടുകഥ, കഴിവിക്കഥ, നിർമ്മിതികഥ, സങ്കല്പകഥ, വിദേശ രാജ്യങ്ങളിൽ പോയി വരുന്ന പാസ്റ്റർമാർ വിദേശ രാജ്യങ്ങളിലെ വിവരണങ്ങളാണ് ഞായറാഴ്ച സഭായോഗങ്ങളിൽ പ്രസംഗിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു സഹോദരൻ വിവരണം കേട്ട് എന്നെ വിളിച്ചു പറഞ്ഞു, പാസ്റ്റേ ഞങ്ങളുടെ ഭാഷ അമേരിക്കയിൽ പോയി, ഇപ്പം പ്രസംഗം മുഴുവൻ അമേരിക്ക യാത്രയുടെ വിവരണം. ഞാൻ പറഞ്ഞു, സഹോദര നിന്നെ കൊണ്ടുകൊള്ളില്ലാഞ്ഞിട്ട്. അതെന്താ ഭാഷ എന്നെ കൊണ്ടുകൊള്ളില്ലെന്ന് പറയുന്നത്? ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ? നിങ്ങൾ ഈ കേട്ടിട്ട് കുറ്റമായിട്ടല്ലേ എന്നോട് പറഞ്ഞത്? ഈ വിവരണം പറയുമ്പോൾ എഴുന്നേറ്റ് നിന്ന് ഞങ്ങൾക്ക് അമേരിക്കൻ വിവരണം ഞങ്ങൾക്ക് കേൾക്കേണ്ട, അത് പാസ്റ്ററും ഭാര്യയും മക്കളും കൂടി ചാപ്പാട് കഴിക്കുമ്പോൾ പറഞ്ഞാൽ മതി. ഞങ്ങൾക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പഥ്യവചനം ഭക്തി കൊടുത്തുള്ള ഉപദേശം ഞങ്ങളെ പ്രസംഗിച്ച് പഠിപ്പിക്കണം എന്ന് പറയാനുള്ള ആർജവം സഹോദരൻ നിനക്കില്ലാതെ പോയി. ഞാൻ അവനെ ശാസിച്ചു വടക്ക് പറഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഞാൻ എന്തിനാണ് ഇത് പറയുന്നത്? ഞാൻ എൻ്റെ വാക്കുകളുടെ കൂടെ ഉപസംഹരിക്കുക. ഹല്ലേലൂയ. അടുത്ത ഭാഗം അടുത്ത ക്ലിപ്പിൽ നമുക്ക് കേൾക്കാം. സ്തോത്രം. തങ്ങൾ തന്നെ നാശത്തിൻ്റെ അടിമകളായിരിക്കെ മറ്റവർക്ക് സ്വാതന്ത്ര്യത്തെ വാഗ്ദത്തം ചെയ്യും. ഒരുത്തിന് ഏതിനോട് തോറ്റിരിക്കുന്നു അതിന് അടിമപ്പെട്ടിരിക്കുന്നു. തൊപ്പിയിട്ട് കിടക്കുക. ജയിച്ചവരാണെന്ന് നാളെ ഞാൻ പറയാം ആരാ ജയിച്ചവരെന്ന്. ബാക്കി 2-3 വാക്യങ്ങൾ കൂടി നമുക്ക് ചിന്തിക്കാനുണ്ട്. വളരെ കാതലായ വേദഭാഗങ്ങൾ
അത് ഓടിച്ച് പറഞ്ഞ് തീർക്കാൻ എനിക്ക് താല്പര്യമില്ല. അത് അല്പസമയം നിന്ന് തന്നെ പഠിക്കണം. അപ്പോൾ ഈ അടിമത്വത്തിൽ കിടക്കുന്ന ശുശ്രൂഷകന്മാർ എന്ത് ചെയ്യുന്നു? അവർ തോപ്പിയിട്ട് കിടക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യത്തെ വാഗ്ദത്തം ചെയ്യുന്നു. ഒരിക്കലും കിട്ടത്തില്ല. ദുരുപദേഷ്ടക്കന്മാരുടെ അടിമമുഖത്തിൽ കിടക്കുന്ന വിശ്വാസികൾക്ക് ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം പ്രാപിക്കുവാനോ ആ സ്വാതന്ത്ര്യത്തിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥയിൽ നിലനിന്ന് ആത്മീയ വളർച്ച പ്രാപിച്ച്, ആത്മീയ വർധന പ്രാപിച്ച്, ആത്മീയ നിറവ് പ്രാപിച്ച് ദൈവരാജ്യം പ്രാപിച്ചെടുക്കാൻ കഴിയുകയില്ല. തറപ്പിച്ച് ഞാൻ പറയും. കാരണം കർത്താവ് നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുപോകുന്നു. സ്തോത്രം. ഗലാത്യർ 5 അതാ പഠിപ്പിക്കുന്നത്. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽക്കണം. ഏതിൽ ഉറച്ചിക്കണം? സ്വാതന്ത്ര്യത്തിൻ്റെ വചന വെളിപ്പാടിൽ, ക്രിസ്തുവിൻ്റെ പ്രമാണത്തിൽ. തമ്മിൽ ഭാരങ്ങളെ ചോപ്പിൻ. ഇങ്ങനെ ക്രിസ്തുവിൻ്റെ പ്രമാണം നിവർത്തിപ്പീൻ, ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിപ്പീൻ. ഗലാത്യർ 6:2. ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കണം. PM ജോസഫ് എന്ന IPCയിലെ കരുത്തനായൊരു പാസ്റ്റർ പറഞ്ഞു, സങ്കീർത്തനം ഉള്ളത് കൊണ്ടാണ് ഞങ്ങളുടെ പാസ്റ്റർമാർ രക്ഷപ്പെട്ടു പോകുന്നത്. ഞാനും അത് തന്നെ, അങ്ങനെ തന്നെ ഏറ്റുപറയുക. സങ്കീർത്തനം ഉള്ളത് കൊണ്ടാണ് പാസ്റ്റർമാരെ ഇന്ന് നിങ്ങൾ പലരും രക്ഷപ്പെട്ട് കിടക്കുന്നത്. സങ്കീർത്തനം ഇല്ലെങ്കിൽ നിങ്ങളുടെ ഗതി അതോ ഗതി. അവൻ നിങ്ങളെ പുതു നിയമത്തിൻ്റെ പ്രാപ്തന്മാരായി ശുശ്രൂഷകന്മാരാക്കി. ഏബിൾ മിനിസ്റ്റേഴ്സ്. പുതിയ നിയമം ദൈവസഭയെ പഠിപ്പിച്ച് കർത്താവിൻ്റെ വരവിൻ്റെ പ്രത്യാശ അവരുടെ ഹൃദയത്തിൽ സ്പ്രെഡ് ചെയ്ത് അവരെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കി എടുക്കേണ്ട തേജസ്സിൻ്റെ ശുശ്രൂഷയാണ് അവർ ചെയ്യേണ്ടത്. അതിനു പകരം ആവശ്യമില്ലാത്തതും പ്രയോജനമില്ലാത്തതുമായ കാര്യങ്ങൾ പറഞ്ഞ് അവരെ ആത്മീയമായി തളർത്തി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന ഒരു വലിയ വേദന എൻ്റെ ഹൃദയത്തിൽ കിടക്കുന്നു. അതുകൊണ്ടാണ് ഞാനിത് പറയാനിടയായത്. അതുകൊണ്ട് ഇന്ന് രാത്രി വചനത്തിന് മുമ്പാകെ നമുക്ക് സമർപ്പിക്കാം. തങ്ങൾ തന്നെ നാശത്തിന് അടിമകളായിരിക്കുകയും മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യം വാഗ്ദത്തം ചെയ്യുന്നു. ഓർത്തനെ ഇതിനോട് തോറ്റിരിക്കുന്നു, അതിന് അടിമപ്പെട്ടിരിക്കുന്നു. കർത്താവിൻ്റെ രക്ഷിതവുമായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്താൽ ലോകത്തിൻ്റെ മാലിന്യം വിട്ടോടിയവർ. 20, 21, 22 വാക്യങ്ങൾ നാളെ കർത്താവിൻ്റെ ഒരു താമസമെങ്കിൽ അത് നിങ്ങളോട് ആത്മാവിൽ ശുശ്രൂഷിക്കാനായിട്ട് കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് കേട്ട വചനത്തിന് മുമ്പാകെ നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് സ്തോത്രം ചെയ്യാം. സ്തോത്രം. വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, 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 ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. മാറാനാഥ.